ഓക്കെ. അപ്പോൾ അത്രയും വെയിലാണ് പുറത്ത്. അപ്പോൾ പിള്ളേരെ കുറച്ച് നേരം നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ പ്രോപ്പറായിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുത്ത് അവർക്ക് ഇതിൻ്റെ വർക്ക് ഒരുപാടുണ്ടാവും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അവരത് വർക്ക് ചെയ്ത് അപ്പോഴേക്കും അവർക്ക് അടുത്ത ക്ലാസ്സിൻ്റെ ടൈം ആവും. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ നമ്മുടെ മാക്സിമത്തിലേക്ക് തരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ A to Z കാര്യങ്ങൾ നമ്മൾ മാക്സിമം വൃത്തിക്കുമായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ പാരൻസിൻ്റെ നിർദ്ദേശങ്ങൾ എന്താണോ അതനുസരിച്ചാണ് നമ്മൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യു നോ ദാറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതായത് എൻ്റെ ഫസ്റ്റ് ഉണ്ടായിരുന്ന പാരൻസും അവർക്കൊക്കെ അറിയാം ഞാനൊരു ഒറ്റയ്ക്ക് തുടങ്ങിയൊരു സംഭവമാണ് അല്ലേ. ഒറ്റയ്ക്ക് തുടങ്ങി ഇന്ന് അണ്ടറിൽ ഒരുപാട് ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഇത് വെറുതെ ഉണ്ടായതല്ല, നമ്മുടെ പാരൻസിൻ്റെ കട്ട സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് എത്തി നിൽക്കുന്നത്. ഓരോ ഡേയും നമ്മൾക്ക് പുതിയ പുതിയ തോട്ട്സ് വരുന്നതും പുതിയ പുതിയ ഐഡിയാസ് വരുന്നതും നമ്മുടെ പാരൻസിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് നമുക്ക് ഓരോരോ കാര്യങ്ങൾ വരുന്നത്. സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കാരണമാണ്. അപ്പോൾ നിങ്ങളുടെ വെക്കേഷനും നിങ്ങളുടെ വളരെ വിലയേറിയ എന്താ പറയുക സപ്പോർട്ടുകളും കാര്യങ്ങളെല്ലാം നമുക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ വെക്കേഷൻ കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെട്ടോളൂ, ഷുവറായിട്ടും DM ചെയ്യാം. ഓക്കെ, എൻക്വയറീസ് ചെയ്യാം. ഡെമോ ക്ലാസ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊന്നും ആരും അടിക്കേണ്ട. ഡെമോ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്, നമ്മൾ ടീച്ചേഴ്സ് തന്നെ ഡെമോ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഫുൾ സപ്പോർട്ടാണ്. ഒരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ പാരൻ്റ് ആയിക്കോട്ടെ ഫുൾ സപ്പോർട്ട്, മെൻ്റൽ സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും നമ്മൾ മാക്സിമം നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഡീറ്റെയിൽസ് വരുന്നത്. ആൻഡ് ഫീസിൻ്റെ കാര്യങ്ങൾ അതുപോലെ കോഴ്സിൻ്റെ കാര്യങ്ങൾ എല്ലാം അറിയാൻ വേണ്ടി, അതായത് വീക്കിലി 1 സെഷൻ ഉണ്ട്, 2 സെഷൻ ഉണ്ട്, 3 സെഷൻ ഉണ്ട്. അതുപോലെ അതിൻ്റെ എല്ലാ ഫീസുകൾ ഡിഫറെൻ്റ് ആണ്. അതുപോലെ ട്യൂഷൻ എടുക്കുന്നത് വേറെ ഇതാണ്. ഇതെല്ലാം കൂടെ നമുക്ക് ഇങ്ങനെ എടുക്കാമെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമുക്ക് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉള്ളതാണ് പുറത്ത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളെയും നമുക്ക് വിളിച്ച് പറയാമെന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. കുറേയൊക്കെ ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ വ്യൂവേഴ്സിന് അറിയാൻ വേണ്ടിയിട്ടും ഞാൻ കുറേയൊക്കെ നമ്മൾ പോസ്റ്ററിലൂടെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അങ്ങനെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിയട്ടെ വേണ്ടി നമ്മൾ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ലൈവായിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ നമുക്കത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് നമ്മളൊക്കെ റേറ്റ് കുറച്ച് കൊടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളതിൻ്റെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് കണ്ട് അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസൊക്കെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ നടക്കും. അറിയാമല്ലോ, ഒരാൾ സക്സസ് ആയിട്ട് വരുമ്പോഴാണ് അവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാകും. അപ്പോൾ എൻ്റെ പാരൻസ് എല്ലാം നോക്കി നോക്കുക. നമ്മുടെ കുട്ടികൾ LKG മുതൽക്ക് pre-KG, അതായത് LKG തൊട്ട് മുന്നേ നമ്മൾ എഴുതാനും വായിക്കാനും പഠിപ്പിക്കാൻ മുതൽക്ക് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നമ്മുടെ കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ചില കുട്ടികളുണ്ടല്ലോ കുറച്ച് വലുതായ പിള്ളേരായിരിക്കും, പക്ഷെ അവർക്ക് ഈ എഴുതാനും വായിക്കാനും അല്ലെങ്കിൽ ബേസിക്സ് ഹിന്ദി ഇംഗ്ലീഷ് മലയാളം തുടങ്ങിയിട്ടുള്ള ലാംഗ്വേജസിൻ്റെ ബേസിക് വളരെ കുറവായിരിക്കും അല്ലേ. ഇപ്പോൾ റീഡ് ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ എന്താ പറയുക റൈറ്റ് ചെയ്യാൻ അറിയുന്നതായിരിക്കും, റീഡ് ചെയ്യാൻ അറിയുന്നുണ്ടാവില്ല, സെൻറ്റൻസ് വായിക്കാൻ അറിയുന്നുണ്ടാവില്ല, സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ അറിയുന്നുണ്ടാവില്ല. സോ അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ നമ്മൾ സ്പെഷ്യലായിട്ട് ട്രെയിനിങ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് കിട്ടുന്നത്. സോ ഇത്രയാണ് കാര്യങ്ങൾ വരുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ എൻക്വയറി ചെയ്തോ, ഞാൻ അറിയിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ഹാപ്പി വെക്കേഷൻ. സ്റ്റുഡൻസിനെ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ കൊണ്ട് ഒരുപാട് നേരം ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൂടെ പോകുന്നതിന് പകരം കുറച്ച് നേരം ഞങ്ങളുടെ മാക്സിമം വിട് ഞങ്ങൾ സെറ്റാക്കി തരാം. നിങ്ങൾ 2 മാസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മക്കൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. മെൻ്റലി സ്പീഡിലായിക്കോട്ടെ, ആക്യുറസിയിലായിക്കോട്ടെ, കോൺസെൻട്രേഷനിലായിക്കോട്ടെ, തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മക്കൾക്ക് ഷുവറായിട്ടും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഇത് മാക്സിമം പ്രോമിസാണ്. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എൻക്വയറി എടുക്കാം. താങ്ക് യു. ബൈ.